ഈ ഒരു വീഡിയോ മാക്സിമം നിങ്ങൾ എല്ലാവരും ഒന്ന് കാണുക കേട്ടോ. നല്ല രസകരമായ രീതിയിൽ നമ്മുടെ അൻസാരി സുഹരി ഉസ്താദ് ഇതിനൊരു കിണ്ണം കാച്ചി മറുപടി കൊടുത്തിട്ടുണ്ട്. കേരളത്തിലെ കാളകൂട വിഷങ്ങളിൽ ഏറ്റവും ഉഗ്ര വിഷം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ആളുകൾ പറയുന്നത് ഈ സാധനത്തിനായിരിക്കും. വെളുത്ത് എഴുന്നേറ്റ് വൈകുന്നേരം വരെ, അതായത് കണ്ണിൽ ഉറക്കം പിടിക്കുന്നത് വരെ ഇവിടുത്തെ മുസ്ലിങ്ങൾ മുള്ളിയോ തൂറിയോ എന്നൊക്കെ നോക്കി നടക്കുകയും അതിനകത്ത് പോയി ചെതഞ്ഞ് എന്തൊക്കെയാണ് എന്നൊക്കെ കേരളത്തിലെ പൊതുസമൂഹത്തോട് വിവരിച്ചു കൊടുക്കുന്ന ഒരു ഒന്നാം തരം കാളകൂട വിഷം. അപ്പൊ ഈ വിഷത്തിന് കേരളത്തിലെ ജനങ്ങൾ ഇട്ടത് നല്ല ഒന്നാം തരം പേരുമാണ് കേട്ടോ. ഉഗ്രവിഷം ചീറ്റുന്ന വിഷപ്പാമ്പ് എന്നാണ് ഇവർക്ക് ഇട്ടിരുന്ന പേര്. എന്തായാലും കഴിഞ്ഞ ദിവസം കുറച്ച് ഇന്റർവ്യൂസ് ഒക്കെ നിങ്ങൾ കണ്ടു കാണുമായിരിക്കുമല്ലോ. ആ ഇന്റർവ്യൂവിലൊക്കെ ഇവിടുത്തെ മുസ്ലിം സമൂഹത്തോടുള്ള ആ ഒരു സ്നേഹവും ആ ഒരു ആദരവും ബഹുമാനവും ഒക്കെ നമ്മുടെ ലെവൽ പ്രകടിപ്പിച്ചപ്പോഴത്തേക്ക് ഇവിടുത്തെ ജനങ്ങൾ നല്ല രീതിയിൽ വയർ നിറച്ച് കൊടുക്കേണ്ട രീതിയിൽ അത് കൊടുത്തിട്ടുണ്ട്. അത് ഇവിടുത്തെ ഭൂരിപക്ഷ സമുദായമായിട്ടുള്ള ഹൈന്ദവ സഹോദരങ്ങൾ തന്നെയാണ് അതിനൊക്കെ നല്ല കിടുകാച്ചി മറുപടി കൊടുത്തിരിക്കുന്നത്. എന്തായാലും നമ്മുടെ വി.ഡി. സതീശൻ അവർകൾ മുഖ്യമന്ത്രിയായി സ്ഥാനമേറ്റപ്പോൾ ആദ്യം പറഞ്ഞത് അപരമത വിദ്വേഷം നടത്തുന്നവരെയും പച്ചവർഗീയത പറയുന്നവരെയൊക്കെ ഞാൻ നിലക്ക് നിർത്തും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് നിലക്ക് നിർത്തും എന്ന് തന്നെ തോന്നുന്നത്. അതിനുള്ളൊരു മറുപടിയും നമ്മുടെ മുഖ്യമന്ത്രി ഈ വിഷപ്പാമ്പിന്റെ പത്തിക്കടി കൊടുത്തതും നമ്മളെല്ലാവരും കണ്ടതാണ്. ഇനി എന്തൊക്കെയാണ് കാണാൻ പോകുന്നതെന്നൊക്കെ നമുക്ക് കാത്തിരിക്കാം. എന്തായാലും ഈ വിഷപ്പാമ്പ് എന്നുള്ള ആ ഒരു പേരുണ്ടല്ലോ, അതെനിക്ക് വലിയ ക്രെഡിറ്റ് ആണ്. കാരണം ഇവിടുത്തെ ജനങ്ങൾ ഇവർക്ക് കൊടുത്തിട്ടുള്ള ഒരു ഐഡന്റിറ്റിയാണ് അത്. അപ്പം ആ ഐഡന്റിറ്റിയിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. എനിക്ക് അതിനകത്ത് ഒരു സങ്കടവും ഇല്ല. കാരണം എന്നെ ആര് കണ്ടാലും വിഷപ്പാമ്പേ എന്ന് വിളിക്കുമ്പോഴത്തേക്ക് എനിക്കത് മനസ്സിന് കിട്ടുന്ന വലിയൊരു സന്തോഷമാണെന്നാണ് കഴിഞ്ഞ ദിവസം ഒരു ചാനലിനകത്ത് വന്നിട്ട് ഈ വെട്ടവെളിയത്തിൽ വന്ന് പറഞ്ഞത് കേട്ടോ. എന്തായാലും ഇവൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ ഈ സ്വാമി പറയുന്നത് ഒന്ന് കേട്ടതിന് ശേഷം നമ്മുടെ അൻസാരി സുഹരി ഉസ്താദ് കൊടുക്കുന്ന ആ കിടുക്കാച്ചി മറുപടി അതും കൂടെ ഒന്ന് കണ്ട് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രമേ നിങ്ങളുടെ കമന്റുകൾ അറിയിക്കാവുള്ളൂ. അപ്പൊ നമുക്ക് നേരെ വിഷപ്പാമ്പിന്റെ പത്തിക്കിട്ട് കൊട്ടുന്ന ആ വീഡിയോ ഒന്ന് നോക്കാം. ഇനിയിപ്പോ ആകെ ഒരു പ്രതീക്ഷ ഉള്ളതെന്ന് വെച്ചാൽ ഇപ്പൊ വി.ഡി. സതീശന്റെ നേതൃത്വത്തില് ഈ കോൺഗ്രസ് ഭരണത്തിൽ വന്നിട്ടുണ്ട്. അവിടെ വി.ഡി. സതീശന്റെ സർക്കാർ ഇത്തരത്തിലുള്ള ഈ വിഷം മാത്രം വഹിച്ചുകൊണ്ട് ഈ മനുഷ്യ മനസ്സുകളിൽ വർഗീയ വിദ്വേഷം ഉണ്ടാക്കുന്ന ഇത്തരം ആളുകളെയൊക്കെ നിലയ്ക്ക് നിർത്തി കഴിഞ്ഞാൽ അത് വലിയ കാര്യം. പിന്നെ കൂടാതെ ഭരണഘടന പഠിക്കട്ടെ, മനുസ്മൃതി അല്ല എന്നുള്ളത്, ഈ നാട് കൊണ്ടു നടക്കുന്ന മനുസ്മൃതി അല്ല എന്നുള്ളത് ഇത്ര ആളുകളൊന്ന് മനസ്സിലാക്കിയാൽ അതനുസരിച്ച് ഇത്തരം ആളുകളെ ഈ ശശികല ടീച്ചറെ പോലുള്ള ആൾക്കാരെ ഒന്ന് ഒതുക്കി നിർത്തിയാൽ ബി.ജെ.പിക്കും വേണമെങ്കിൽ ഭരണം പിടിക്കാം. നമുക്ക് ആര് ഭരിച്ചാലും നമ്മൾ പണിക്ക് പോകണമെന്നല്ലോ നമുക്ക് അന്നാ പറ്റില്ല. പക്ഷെ മറിച്ച് ഇത്തരത്തിൽ വർഗീയത ഉള്ള ആൾക്കാർ, വർഗീയത മാത്രം കൊണ്ടുനടക്കുന്ന ആൾക്കാരെ ഇങ്ങനെ വെച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ വലിയ കഷ്ടമാവും അത്. മുസ്ലിങ്ങൾക്കെതിരെ ഇങ്ങനെ വർഗീയമായി സംസാരിക്കുക, ഇത്രയും വലിയൊരു വിഷം അല്ലെങ്കിൽ ഒരു വിഷപ്പാമ്പ്, കേരളത്തിലെ ഏറ്റവും വലിയ പാമ്പുകളിൽ വിഷം ഏറ്റവും കൂടുതൽ ശശികല ടീച്ചർക്കാണ്. എനിക്ക് എന്നെ പാമ്പെന്ന് വിളിച്ചാൽ എനിക്ക് എന്താ വിഷമം? സന്തോഷമാണ്. സന്തോഷമല്ലേ ഉള്ളൂ. മുസ്ലിം ലീഗ് എന്ന പേര് കേൾക്കുമ്പോ തന്നെ അത് മതേതരമാണ് എന്നുള്ളതിന് വേറെ സർട്ടിഫിക്കറ്റ് വേണ്ടല്ലോ. ക്ഷേത്രം, പള്ളി ഇതൊക്കെ മതസ്ഥാപനമാണ്. അതിനകത്ത് മതപരമായ കാര്യങ്ങൾ നടത്തി. ഇവർക്ക് മലപ്പുറം ജില്ലയോട് വലിയ ദേഷ്യമുണ്ടോ? എന്റെ പിതൃ സ്ഥലമാണ് അവിടെ. എന്റെ അച്ഛൻ മലപ്പുറം ജില്ലക്കാരനാ. മതേതരത്വത്തിന്റെ പേരിൽ ഒരു മൊയിലാരെ വേഷം കെട്ടിച്ച ഒരാളും, ഒരു സ്വാമിയുടെ വേഷം കെട്ടിയ ഒരാളും, ഒരു പള്ളിയിലച്ഛന്റെ വേഷം കെട്ടിയ ഒരാളും കൂടി സ്റ്റേജിന്മേൽ നിന്നിട്ട് ഇക്കണ്ട കാലം എവിടെയും മതേതരത്വം ഉണ്ടായിട്ടില്ല. നിങ്ങൾ കേട്ടല്ലോ അല്ലേ? ഇതൊരു സ്വാമിജിയാണ് കേട്ടോ. ഇതൊരു മോഡേൺ സ്വാമിജിയാണ്. സാധാരണ മറ്റേ കാഷായ വസ്ത്രമൊക്കെ ഇട്ടുകൊണ്ട് വരുന്ന ഒരാളൊന്നുമല്ല. പല ഡിബേറ്റുകളിലും ഇദ്ദേഹത്തിന്റെ ഡിബേറ്റുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഇതിനകത്ത് ശക്തമായ ഭാഷയിൽ ഈ വിഷപ്പാമ്പിനെതിരെ ആഞ്ഞടിച്ചിട്ടുള്ള ഒരു വ്യക്തി കൂടി ആയതുകൊണ്ടാണ് നിങ്ങൾ ഈ വീഡിയോ ആദ്യം ഒന്ന് കാണാൻ ഞാൻ പറഞ്ഞത്. ഇനി നിങ്ങൾ കാണാൻ പോകുന്ന ഈ ഒരു വീഡിയോ മനസ്സിന് നമുക്ക് ഏറെ സങ്കടപ്പെടുത്തുന്ന രീതിയിലാണ് നമ്മുടെ ഈ വിഷപ്പാമ്പിന്റെ ആ ഒരു വാക്കുകൾ സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ കേട്ടത്. അപ്പോൾ അതിന് അതേ നാണയത്തിൽ തന്നെ നമ്മുടെ അൻസാരി സുഹരി ഉസ്താദിന്റെ ഒരു മാസ് മറുപടി കണ്ടോ. മുസ്ലിങ്ങൾക്കെതിരെ ഇങ്ങനെ വർഗീയമായി സംസാരിക്കുക, ഇത്രയും വലിയൊരു വിഷം അല്ലെങ്കിൽ ഒരു വിഷപ്പാമ്പ്, കേരളത്തിലെ ഏറ്റവും വലിയ പാമ്പുകളിൽ വിഷം ഏറ്റവും കൂടുതൽ ശശികല ടീച്ചർക്കാണ്. എനിക്ക് എന്നെ പാമ്പെന്ന് വിളിച്ചാൽ എനിക്ക് എന്താ വിഷമം? സന്തോഷമാണ്. സന്തോഷമല്ലേ ഉള്ളൂ. എനിക്കെന്തിനാ വിഷമം? എനിക്കൊരു സങ്കടവും ഇല്ല നാട്ടുകാരിങ്ങനെ പറയുന്നതിന്. ഞാൻ ഇത്രയും നാൾ ഞാൻ വിഷം ചീറ്റിയത് കൊണ്ട് എൻ്റെ പ്രൊഫഷൻ അതാണ്. എൻ്റെ കഷ്ടപ്പാടിൻ്റെ റിസൾട്ടാണ്. ഞാൻ ഇത്രയും നാൾ ഞാൻ ചീറ്റിയ വിഷത്തിന് ആളുകൾ എനിക്ക് തന്ന അംഗീകാരമാണ് ആളുകൾ ഇപ്പം എന്നെ വിളിക്കുന്നത്. വിഷപ്പാമ്പേ വിഷപ്പാമ്പേ. എനിക്കതിനകത്തൊരു പശ്ചാത്താപവും ഇല്ല, ഒരു ദുഃഖവും ഇല്ല. നിങ്ങൾക്കൊക്കെ ഒരു സത്യം അറിയോ? എനിക്ക് നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെ എടുക്കുമെന്ന് അറിയത്തില്ല. ഇക്കാലം അത്രയും ഞാൻ ഭൂമി ജീവിച്ചിട്ട് എൻ്റെ മക്കളുടെ, എൻ്റെ കുടുംബത്തിൻ്റെ കാര്യം നോക്കുന്നതിനേക്കാൾ കൂടുതൽ മുസ്ലിമീങ്ങൾ ഉണ്ടോ, ഉറങ്ങിയോ, പെടുത്തോ, കഴിയോ എന്നൊക്കെ നോക്കുന്നതിലായിരുന്നു എൻ്റെ ഇക്കാലം അത്രയും ഞാൻ ചെയ്തത്. അതിൻ്റെ റിസൾട്ട് എനിക്ക് അതിനകത്ത് ഇപ്പോൾ സന്തോഷമേ ഉള്ളൂ. കാരണം എന്നെ പാമ്പെന്ന് വിളിക്കുന്നതിൽ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. കാരണം അത്രത്തോളം അതിനുവേണ്ടി ആ ഒരു
ഇക്കാലം അത്രയും അങ്ങനത്തെ ഒരു വിളിക്ക് വേണ്ടി, എൻ്റെ അധ്വാനത്തിൻ്റെ ഫലം എന്നുള്ള അങ്ങനത്തെ ഒരു വിളിക്ക് വേണ്ടി ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്, ഒരുപാട് അധ്വാനിച്ചിട്ടുണ്ട്. ആളുകൾ അങ്ങനെ വിളിക്കുമ്പോൾ എനിക്ക് ഉൾപ്പുളകം കൊള്ളുകയാണ്. ഈ അവസരത്തിൽ ഓർമ്മ വരുന്നത് ആ പാട്ടാണ്. പൊന്നേ പൂവേ കർലേ എൻ്റെ കൽബിനുള്ളിലെ മോളെ, എന്നും എൻ്റെ കരളല്ലേ നീ ശശേച്ചിയേ. എനിക്കെന്താ വിഷമം? സന്തോഷമാണ്. സന്തോഷമല്ലേ ഉള്ളൂ. എനിക്കെന്തിനാ വിഷമം? എനിക്കൊരു സങ്കടവും ഇല്ല നാട്ടുകാരിങ്ങനെ പറയുന്നതിന്. ഞാൻ ഇത്രയും നാൾ ഞാൻ വിഷം ചീറ്റിയത് കൊണ്ട് എൻ്റെ പ്രൊഫഷൻ അതാണ്, എൻ്റെ കഷ്ടപ്പാടിൻ്റെ റിസൾട്ടാണ്. ഞാൻ ഇത്രയും നാൾ ഞാൻ ചീറ്റിയ വിഷത്തിന് ആളുകൾ എനിക്ക് തന്ന അംഗീകാരമാണ് ആളുകൾ ഇപ്പം എന്നെ വിളിക്കുന്നത് വിഷപ്പാമ്പേ വിഷപ്പാമ്പേ. എനിക്കതിനകത്തൊരു പശ്ചാത്താപവും ഇല്ല, ഒരു ദുഃഖവും ഇല്ല. എനിക്ക് നിങ്ങൾക്കൊക്കെ ഒരു സത്യം അറിയോ? എൻ്റെ പൊന്നുസ്താദെ, നിങ്ങൾ മതപണ്ഡിതനായില്ലായിരുന്നെങ്കിൽ നിങ്ങൾ നല്ലൊരു കോമഡി ആക്ടർ ആയനായിരുന്നു കേട്ടോ. ഇങ്ങനെയൊക്കെ മറുപടി കൊടുക്കാൻ ഇദ്ദേഹം അല്ലാതെ കേരളത്തിൽ വേറൊരു ആളില്ല കേട്ടോ. പിന്നെ മതപണ്ഡിതന്മാരിൽ നിന്നും വളരെ വ്യത്യസ്തമായ രീതിയിലാണ് ഉസ്താദിൻ്റെ ഓരോ സഞ്ചാരവും അദ്ദേഹത്തിൻ്റെ ഓരോ പ്രവർത്തികളും. ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള ഒരുപാട് ആളുകൾക്ക് അത് ജാതി മതം നോക്കാതെ അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഈ ഒരു സമൂഹത്തിൻ്റെ മുന്നിൽ അദ്ദേഹം വെക്കുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധാപൂർവം കാണേണ്ടതാണ്. അദ്ദേഹം ഈ കഴിഞ്ഞ ദിവസം വരദ എന്ന് പറയുന്ന ഒരു മോൾക്ക്, ഒരു വീൽ ചെയറിലിരിക്കുന്ന വരദ മോൾക്ക് അദ്ദേഹം ചില സഹായങ്ങൾ എത്തിച്ചു കൊടുത്തപ്പോൾ അതിൻ്റെ താഴെ വന്നിട്ട് വിഷം ചീറ്റിയിട്ടുള്ള ഇതുപോലുള്ള വിഷജീവികളുണ്ടല്ലോ, സ്വന്തം സമുദായത്തിൽപ്പെട്ടിട്ടുള്ള ഒരാൾക്കും 10 പൈസയുടെ ജീരക മിഠായി പോലും മേടിച്ചു കൊടുക്കാത്ത ഇതുപോലുള്ള വിഷപ്പാമ്പുകൾക്ക് കേരളത്തിലെ പൊതുസമൂഹം സീല് വെച്ച് കൊടുത്തതാണ് വിഷപ്പാമ്പ് എന്നുള്ള ആ ഒരു പേര്. അത് എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. ആ ഉള്ളിൽ ആ വേദനയും ആ സങ്കടമൊക്കെ നമുക്ക് ആ ഒരു വാക്കിൽ നിന്ന് തന്നെ കേൾക്കാൻ സാധിക്കും. പക്ഷെ അത് നല്ല രീതിയിൽ പ്രകടിപ്പിച്ച് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത് നമ്മുടെ ഉസ്താദാണ് കേട്ടോ. അതിന് ഉസ്താദിന് വലിയൊരു സല്യൂട്ട് കൊടുക്കുകയാണ്. കാരണം ഇങ്ങനെ വേണം നൈസായിട്ട് നമ്മൾ മറുപടി ഇങ്ങനെ അടിച്ചിങ്ങനെ കൊടുക്കാനായിട്ട്. നമ്മുടെ കേരളത്തിലെ പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ ഇതുപോലെ 100 കണക്കിന് വിഷജീവികളാണ് ഇപ്പം മറ്റേ അണ്ടിമുക്ക് ശാഖയിൽ നിന്നും എല്ലാ ബിരുദാനന്ദ ബിരുദവും എടുത്തോട്ട് ഇങ്ങോട്ട് പുറത്തോട്ട് വന്നിട്ടുള്ളത്. ഇതിലൊരു ഒന്നാം തരം ആൺ വിഷപ്പാമ്പാണ് നമ്മുടെ ഗുരുവായൂർ മണ്ഡലത്തിൽ പോയി നിന്ന് മത്സരിച്ച് 8 നിലയിൽ അവിടുത്തെ ജനങ്ങൾ നൈസായിട്ട് അങ്ങോട്ട് പൊട്ടിച്ച് കയ്യിലേക്ക് കൊടുത്തിട്ടുണ്ട്. കാരണം ഇവിടെ ഒരു ഹിന്ദു ആയിട്ടുള്ള ഒരു MLA ഉണ്ടാകണം എന്ന് പറഞ്ഞ് അവിടുത്തെ ഹൈന്ദവ സഹോദരങ്ങളടക്കം ഈ വിഷപ്പാമ്പിൻ്റെ പത്തി അടിച്ചു പൊളിച്ചു. ഇപ്പം ലേശം ഒന്ന് താഴ്ന്നു നിൽക്കുകയാണ്. അധികം താമസിക്കാതെ വീണ്ടും ഇവനൊക്കെ ചീറ്റിക്കൊണ്ട് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ മുന്നിലേക്ക് വരുമ്പോൾ നമ്മൾ ഇതുപോലെ ഇങ്ങനെ നൈസായിട്ട് മറുപടി കൊടുത്തോണ്ടേയിരിക്കും. എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് പെരുത്തങ്ങോട്ട് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം നിങ്ങളുടെ ലൈക്കുകളും കമൻറ്റുകളൊക്കെ ചറപറ ഇങ്ങോട്ട് പോന്നോട്ടെ. അപ്പോൾ അടുത്തൊരു വീഡിയോ നമ്മൾ വീണ്ടും കാണും. അതുവരേക്കും എല്ലാവർക്കും